അള്ളാഹുവിൻ്റെ അൽ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മാണ് ലാറുൻ എന്നത്. പ്രയാസപ്പെടുത്തുന്നവൻ എന്ന് നമുക്കിതിന് അർത്ഥം പറയാം. ഇതിൻ്റെ അബ്ജദീയത്ത് 1001. ഖുർആനിൽ ഈ ഇസ്മ് വന്നിട്ടില്ല. പ്രയാസത്തെ നിശ്ചയിക്കുന്നവൻ, ഉദ്ദേശിച്ചവരിലേക്ക് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നീതിപരമായ നിലക്ക് തന്നെ പ്രയാസത്തെ ഉണ്ടാക്കുന്നവൻ. ഈ രൂപത്തിലെല്ലാം ലാറ് എന്ന ഇസ്മിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ലാറ് നാഫിഅ്, പ്രയാസപ്പെടുത്തുന്നവൻ, ഉപകാരം ചെയ്യുന്നവൻ. ഈ രണ്ട് ഇസ്മുകളും പ്രത്യക്ഷത്തിൽ വ്യത്യസ്തമായ രണ്ട് അർത്ഥതലങ്ങൾ ഉള്ളതാണെങ്കിലും ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൂടുമ്പോൾ ഒരു ആശയത്തെ ഉണ്ടാക്കുന്ന ഇസ്മുകളാണ്. ഈ രണ്ട് ഇസ്മുകളെ കുറിച്ചും പണ്ഡിതന്മാർ പറഞ്ഞു, പ്രയാസത്തെയും ഉപകാരത്തെയും സൃഷ്ടിക്കുന്നവൻ എന്നാണ് ലാറ് നാഫിഅ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അള്ളാഹുവിൻ്റെ അധികാരത്തിൽ എന്തൊരു കാര്യം ഉണ്ടാകണമെങ്കിലും ആ കാര്യം അള്ളാഹു ഉദ്ദേശിച്ച് അതിനെ സൃഷ്ടിക്കൽ കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ്. നമ്മളുടെ നോട്ടത്തിൽ ഉപകാരമായി തോന്നുന്ന, അനുഭവപ്പെടുന്ന കാര്യങ്ങളും പ്രയാസകരമായി അനുഭവപ്പെടുന്ന കാര്യങ്ങളുമൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ്. ലാറും നാഫിഉം ആയവൻ, ഈ രണ്ട് ഇസ്മുകളുടെ ഇടയിൽ ഒരുമിച്ച് കൂട്ടുക എന്നത് അള്ളാഹുവിൻ്റെ സമ്പൂർണമായ ഹിക്മത്തിൻ്റെ മേലിലും കഴിവിൻ്റെ മേലിലും കൂടുതൽ അറിയിക്കുന്നതാണ്. അള്ളാഹു ലാറുമാണ്, നാഫിഉമാണ്. അതേപോലെയുള്ള രണ്ട് ഇസ്മുകളാണ്. അള്ളാഹു നൽകുന്നവനാണ്, തടയുന്നവനാണ്. ഈ രണ്ട് ഇസ്മുകളുടെയും ഒരുമിച്ചുകൂടൽ, അല്ലെങ്കിൽ ഈ രണ്ട് ഇസ്മുകളും ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് നൽകുന്ന ഒരു സന്ദേശം, ഈമാൻ കാര്യങ്ങളിലെ 6ാമത്തെ കാര്യം, അഥവാ എല്ലാ ഖൈറും ഷർറും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന വിശ്വാസത്തെയാണ്. നമ്മൾ ഖൈറായി കാണുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും ഷർറായി കാണുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും അതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ടാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് കൊണ്ടാണ്. എല്ലാ നന്മയുടെ മുസബ്ബിബും അള്ളാഹുവാണ്. ഏതൊക്കെ കാരണങ്ങളിലൂടെ, മാർഗങ്ങളിലൂടെ നമുക്ക് ഖൈറുകൾ എത്തുന്നുണ്ടോ അതിൻ്റെയൊക്കെ കാരണങ്ങളെ ഇവിടെ നിശ്ചയിച്ചു തന്നത് അള്ളാഹുവാണ്. ഒരു ഡോക്ടറിലൂടെ നമുക്ക് രോഗം സുഖപ്പെടുക എന്ന ഖൈർ ഉണ്ടായാലും അത് അള്ളാഹു ആ ഡോക്ടറെയും ചികിത്സയെയും മരുന്നിനെയും സബബുകളാക്കി നിശ്ചയിച്ചതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഷർറുകളെ തടയുന്നവനും അള്ളാഹുവാണ്. എല്ലാ സൃഷ്ടികളും അള്ളാഹുവിൻ്റെ ലുത്തുഫിൻ്റെ താഴെയാണ്, അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ കാരുണ്യത്തിൻ്റെ താഴെയാണ്. എല്ലാ സൃഷ്ടികളും അള്ളാഹുവിൻ്റെ ഔദാര്യത്തെ, അനുഗ്രഹത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു തആല ഉദ്ദേശിക്കുന്നവർക്ക് ഉപകാരം ചെയ്യാൻ, ഉദ്ദേശിക്കുന്നവർക്ക് പ്രയാസമുണ്ടാക്കാൻ കഴിവുള്ളവനാണ്. സൃഷ്ടികൾക്ക് ഉപകാരം ചെയ്യാനും പ്രയാസമുണ്ടാക്കാനും അള്ളാഹുവിന് കഴിവ് ഉണ്ടായിരുന്നില്ല എങ്കിൽ തീർച്ചയായും ആരും അള്ളാഹുവിനെ പ്രതീക്ഷിക്കുകയോ അല്ലെങ്കിൽ കൊതിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യുകയില്ല.
നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്, ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ്റെ അവസ്ഥ എപ്പോഴും ബൈനൽ ഖൗഫി വർറജാഇ ആകണം. പേടിയുടെയും പ്രതീക്ഷയുടെയും ഇടയിലുള്ള ഒരവസ്ഥയാണ് ഒരു സത്യവിശ്വാസിയിൽ എപ്പോഴും ഉണ്ടാകേണ്ടത്. അത് സത്യവിശ്വാസിയുടെ രണ്ട് ചിറകുകളാണ്, പേടിയും പ്രതീക്ഷയും. അപ്പം അള്ളാഹുവിലുള്ള പേടി ഒരു മുഅ്മിനിൽ ഉണ്ടാകണമെങ്കിൽ അള്ളാഹു ലാറാകുന്ന വിശേഷണമുള്ളവനാകണം. പ്രയാസപ്പെടുത്തുന്നവൻ, പ്രയാസത്തെ സൃഷ്ടിക്കുന്നവൻ എന്ന ഒരു വിശേഷണം അള്ളാഹുവിൽ ഉണ്ടാകണം. അപ്പോഴാണ് അള്ളാഹുവിൽ പേടി മുഅ്മിനിനുണ്ടാവുകയുള്ളൂ. ഉപകാരം ചെയ്യുന്നവനാകണം, ഉപകാരത്തെ സൃഷ്ടിക്കുന്നവനാകണം അള്ളാഹു. അപ്പോഴേ അള്ളാഹുവിൽ പ്രതീക്ഷയും സത്യവിശ്വാസി ഉണ്ടാക്കുകയുള്ളൂ. അള്ളാഹു സ്വന്തമായ നിലക്ക് ഉപകാരം ചെയ്യുന്നവനാണ്, പ്രയാസം ഉണ്ടാക്കുന്നവനാണ്. പക്ഷേ ഉദ്ദേശിക്കുന്നവർക്കാണ് അള്ളാഹു ഉപകാരത്തെ സൃഷ്ടിക്കുക, ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു പ്രയാസത്തെ സൃഷ്ടിക്കും. ചില പ്രയാസങ്ങളെ അള്ളാഹു നമുക്ക് സൃഷ്ടിക്കൽ അത് തന്നെ യഥാർത്ഥത്തിലേക്ക് നോക്കുമ്പോൾ വലിയ ഉപകാരങ്ങളാകുന്ന കാര്യമായിരിക്കും എന്നതൊക്കെ നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ്. ഉപകാരം ചെയ്യുക, പ്രയാസമുണ്ടാക്കുക, ഇത് യഥാർത്ഥത്തിൽ ഒരു ഇലാഹിന് ഉണ്ടായിരിക്കേണ്ടുന്ന വിശേഷണമാണ്. അതുകൊണ്ടാണ് മക്കാ മുശ്രിക്കുകൾ കല്ലുകൊണ്ടും മരങ്ങളെ കൊണ്ടുമൊക്കെ വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും ഉണ്ടാക്കിയിട്ട് ആരാധിക്കുമ്പോൾ അവകളെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിച്ചത് അവകൾ ലററും ചെയ്യുകയില്ല, നഫ്ഉം ചെയ്യുകയില്ല. അഥവാ ഒരു പ്രയാസത്തെ ഉണ്ടാക്കാനും ഉപകാരം ഉണ്ടാക്കാനും സാധിക്കാത്ത വസ്തുക്കളാണത്. അള്ളാഹു മാത്രമാണ് ലാറും നാഫിയും. ഈ ഒരു തിരിച്ചറിവിലേക്കൊരടിമ എത്തുമ്പോൾ തീർച്ചയായും അള്ളാഹുവിൽ നിന്ന് മാത്രമായിരിക്കും അവൻ ഉപകാരത്തെ പ്രതീക്ഷിക്കുക. അള്ളാഹു അല്ലാത്ത മറ്റു പൈശാചിക മാർഗങ്ങളിലൂടെ ഒരു ഉപകാരത്തെയും അവൻ ആഗ്രഹിക്കുകയില്ല, പ്രതീക്ഷിക്കുകയില്ല. എന്ന് മാത്രമല്ല, അള്ളാഹുവിനെ കൊണ്ട് തന്നെയാണ് എൻ്റെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുക എന്ന ആ ഒരു തിരിച്ചറിവിലേക്ക് അവനെത്തും. ഇസ്ലാം അനുവദിക്കാത്ത രൂപത്തിലുള്ള മാർഗങ്ങളിലേക്ക് അവൻ ഒരിക്കലും അവൻ്റെ പ്രയാസങ്ങൾ മാറ്റാൻ അവൻ പോവുകയില്ല. എത്രയോ മുസ്ലിങ്ങളായ ആളുകൾ അവർക്ക് അനുഭവപ്പെടുന്ന പ്രയാസങ്ങളെ നീക്കം ചെയ്യാൻ വേണ്ടി വിഗ്രഹാരാധകരായ, ഷിർക്കിൻ്റെ അഹ്ലുകാരായ പല ആളുകളെയും സമീപിക്കുന്നത് അള്ളാഹുവിൻ്റെ ഇസ്മുകളോടൊക്കെ ബന്ധം പുലർത്തൽ കുറഞ്ഞതുകൊണ്ടും ഈ ഇസ്മുകളെ തിരിച്ചറിയാത്തത് കൊണ്ടുമാണ്. ഈ ഇസ്മിനോട് ബന്ധം പുലർത്തേണ്ടത് മഹത്തുക്കൾ പഠിപ്പിച്ചു. അവൻ അവൻ്റെ എല്ലാ കാര്യങ്ങളെയും അള്ളാഹുവിൻ്റെ വിധിക്കും അള്ളാഹുവിൻ്റെ തീരുമാനത്തിനും ഏൽപ്പിച്ചു കൊടുക്കലാണ്. ഏതു സമയത്തും അവൻ്റെ ആഗ്രഹങ്ങൾ അത് അള്ളാഹുവുമായിട്ട് ബന്ധിപ്പിക്കുക എന്ന ഒരവസ്ഥ അവനിൽ ഉണ്ടാകലാണ്. ഈ ഇസ്മുമായി ബന്ധം പുലർത്തി എന്നതിൻ്റെ അടയാളം. ഈ ഇസ്മു കൊണ്ട് സ്വഭാവം സിദ്ധിക്കേണ്ടത് എങ്ങനെയാണ്? മഹത്തുക്കൾ പഠിപ്പിച്ചു. പ്രയാസപ്പെടുത്താൻ നമ്മോട് കൽപ്പിക്കപ്പെട്ട പല കാര്യങ്ങളുമുണ്ട്. പല വസ്തുക്കളെയും പ്രയാസപ്പെടുത്താൻ നമ്മോട് ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. നമ്മളുടെ നഫ്സ്, ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ, ദുനിയാവ്, ഇങ്ങനെ നമ്മെ നന്മയിൽ നിന്ന് പിന്തിരിപ്പിച്ച് കളയുന്ന, തിന്മയിലേക്ക് നമ്മെ വലിച്ചു കൊണ്ടുപോകുന്ന വസ്തുക്കൾ, ആ വസ്തുക്കളെ നമ്മൾ പ്രയാസപ്പെടുത്തേണ്ടതുണ്ട്. ശരീരത്തെ പ്രയാസപ്പെടുത്തുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ നോമ്പ് അനുഷ്ഠിക്കുക എന്ന്.
അതുപോലെ തന്നെ ഇസ്മിൻ്റെ പ്രത്യേകതയായി മഹത്തുക്കൾ പഠിപ്പിക്കുന്നു, അതിൻ്റെ അബ്ജദീയത്ത് കണക്ക് പ്രകാരം ഒരാൾ ചൊല്ലുമ്പോൾ തീർച്ചയായും അവൻ അള്ളാഹുവിലേക്ക് ഖൽബിയായി അടുപ്പമുള്ളവനാകുന്നു. അവൻ്റെ പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകുന്നു. അവന് പ്രയാസമായി അനുഭവപ്പെട്ട കാര്യങ്ങൾ തന്നെ അവനക്ക് വലിയ ഉപകാരങ്ങളായി അത് മാറുന്നു. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ ജീവിതത്തിൽ ഭാര്യമാർ ഭർത്താക്കന്മാരോട് അനുസരണക്കേട് കാണിച്ചാൽ അനുസരണ ഉണ്ടാകാനൊക്കെ ഈ ഇസ്മ് ധാരാളം ചൊല്ലിയാൽ മതി എന്ന് മഹത്തുക്കൾ പറയുന്നത് കാണാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ.